ഒക്കെ കൊടുത്താണ് അടുത്ത് ഞാൻ എപ്പോഴും വന്നിട്ടുണ്ടാവും അതോ പെരുന്നാളിന് സീസൺ എപ്പോഴും ഉള്ളത് തന്നെ ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാല് നമ്പർ വേറെ പോത്താള് വീട്ടിലുണ്ട് അവിടെ വന്നാൽ ഞാൻ വാങ്ങാം. നിങ്ങൾ വേറെ ചന്തി കൊണ്ടുപോകും നാട്ടിൽ വീട്ടിലെ നഷ്ടം ഈ നമ്പർ വിളിച്ചാൽ നേരിട്ട് അടുത്ത് നെടുവട്ടം സ്ഥലം അവിടെ പോയി വാങ്ങാം. വില എന്താ പോത്തുക്ക് വില എന്താ പറഞ്ഞിട്ട് കാര്യമില്ല. മോലാളി അജാതി മോലാളിമാരെ കിട്ടാൻ വേണ്ടി പുണ്യം ചെയ്യണം. വില വില എന്താണ്? 7 ഉറുപ്പ്യ നമ്മുടെ 68 രൂപ. 7 ഉറുപ്പ്യ വെച്ചിട്ടുണ്ട് മോലാളിക്ക് കൊടുത്തു അതിനാതെ 3 പോയി കഞ്ഞൊടിച്ച് കുട്ടികൾ തിരിക്കാൻ വേണ്ടിട്ട് ഇത്ര ആൾക്ക് കൊടുക്കും. മോഹൻലാലിനെ കൂടി വീഡിയോ മോഹൻലാലിക്ക് പിരാന്ത ഇത് ഏകദേശം എത്രയും തൂക്കം ഉണ്ടാവും? 1.60 ഉണ്ടാവും. കൂളായിട്ടുണ്ടാവും. ഇങ്ങനെ കെട്ടിയതുകൊണ്ടാണ് ഒന്ന് പള്ളാറുണ്ടല്ലോ ഒന്നുകൂടി കുട്ടപ്പന പയറും മണി പോലെ സ്ഥലം ഇവിടെ പാണ്ടിക്കാട് നമ്മൾ കൊടുത്തുട്ടോ ഒക്കെ കൊടുത്താണ് ഈ നേരൊക്കെ കൊടുത്തു. വില കമ്മി. അടുത്ത് ഞാൻ എപ്പോഴും വന്നിട്ടുണ്ടാവും അതോ പെരുന്നാളിന് സീസൺ എപ്പോഴും ഉള്ളത് തന്നെ ആ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാല് നമ്പർ നമ്പർ അറിയില്ലേ? 99 സ്ഥലം പാണ്ടിക്കാട് വെട്ടിക്കാട്ട്. കൊടുക്കാൻ പറഞ്ഞു 80 മിനിറ്റ് ചോട്ടിലത് കൊടുത്തത്. അതെ മുതലാളി അതാണ് മുതലാളിക്ക് പിരാന്തായി കിട്ടണീന് കൊടുക്കാൻ പറഞ്ഞു. 80 മേനിക്ക് കിട്ടണം എന്ന് പറഞ്ഞാലും 80 മേനി കിട്ടിയില്ല. ഞാൻ കിട്ടണീന് കൊടുത്തു. മലയാളിക്ക് സത്യത്തിനും പിരാന്തായിക്കണ്. മലയാളി കിട്ടി പറഞ്ഞിട്ട് കാര്യമില്ല. മോലാളി അജാതി മോലാളിമാരെ കിട്ടാൻ വേണ്ടി പുണ്യം ചെയ്യണം. പോത്തിന് വില 80 രൂപ. തൂക്കത്തെ പറഞ്ഞ 2.4 തൂക്കണ്ടോ? നിങ്ങൾ വീട്ടിൽ വളർത്തി പോത്തില്ല? ആ സ്ഥലം എവിടെ? നടുവട്ടം. അപ്പൊ തന്നെ ഉള്ളു ബാക്കി കൊടുത്തു. നമ്പർ പറഞ്ഞു. 95 39 61 36 74. വേറെ പോത്താള് വീട്ടിലുണ്ട് അവിടെ വന്നാൽ ഞാൻ വാങ്ങാം. നിങ്ങൾ വേറെ ചന്തി കൊണ്ടുപോകും നാട്ടിൽ വീട്ടിലെ നഷ്ടം ഈ നമ്പർ വിളിച്ചാൽ നേരിട്ട് അടുത്ത് നെടുവട്ടം സ്ഥലം അവിടെ പോയി വാങ്ങാം. വില എന്താ പോത്തുക്ക് വില എന്താ? വില എത്ര? എവിടുന്ന് വന്നാ പോത്തുകള്? പോത്തിന് വില എത്ര ഈ പോത്തുക്ക്? 90,000. ഈ പോത്ത് എവിടുന്ന് വിടുന്ന? തമിഴ്നാട്. ഇതൊക്കെ നിങ്ങൾ തന്നെ? 45 തന്നിട്ടുണ്ട്. ഈ പോത്ത് എത്ര വില? ഇതും 90,000 വില തന്നെയാണ്.
ഫോൺ നമ്പർ 85 90 50 50 45. അടുത്തൊന്ന് സ്ഥലം എവിടെ? പാലക്കാട് അപ്പുറത്ത് വിനാശ്വരം. നിങ്ങളടുത്ത് വന്നു കഴിഞ്ഞാല് പോത്തുകളി ചെറുതും വലുതും മുരിയൊക്കെ ഉണ്ട്. വളർത്താൻ പറ്റിയതായാലും ഇറക്കാനോ ഇല്ല ഒക്കെ ഉണ്ടാവും. ഏകദേശം എത്ര വില വെച്ചിട്ടുണ്ട് ഈ പോത്തുകൾ? ഇതൊക്കെ ഏകദേശം 45 മേഞ്ഞ ഒരു 45 മേഞ്ഞത്. கொஞ்சம் ஆடுபடி ഇതൊക്കെ ഈ പറഞ്ഞേക്ക് മൂപ്പര് പറഞ്ഞ വാക്കുണ്ട്. ഇപ്പൊ എത്ര രൂപ? ഞാൻ പറഞ്ഞില്ല, അതൊന്നും കിട്ടൂല. മൂപ്പര് പറഞ്ഞപ്പോ ഒരു വില എന്നോട് പറഞ്ഞു. മൂപ്പര് 58 രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു എത്ര പറഞ്ഞത്? 1000 ഒരു മനസ്സിലൊരു വാക്കല്ലേ കേൾക്കണം. 58 രൂപ ഉണ്ടാവും. അനുകൂട്ടി പറഞ്ഞു അതിനാണെങ്കിൽ അയാൾ 58 അതെ 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 അതാണ് ആ കായ് കൊടുത്ത കച്ചവടം നടക്കുമ്പോൾ നൈറ്റ് വന്നിരിക്കട്ടെ. പോത്ത് വേണ്ടി വൈകുന്നേരം വെച്ച് വീട്ടിൽ പോയി കിടന്നു. പോത്ത് കൊണ്ടുപോയല്ലേ? ഓക്കെ ഒന്നും വേണ്ട പേടിക്കണ്ട പേടിക്കണ്ട. அந்த போத்தாக்கு ஏய் அவரோ കേട്ടതാണ്. 58 രൂപ പറഞ്ഞു. 58 രൂപ പറഞ്ഞ പൈസ പറഞ്ഞില്ല. 57 രൂപ പറഞ്ഞു. എല്ലാരും പോക്കറാകരുത്. നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 58 രൂപ ഞാൻ നിങ്ങൾ കൊണ്ടുപോയി പൈസ മൊത്തം നമുക്ക് ആ പൈസ ആവശ്യമില്ല. അതിന്റെ ലാഭത്തിനുള്ള ഇപ്പൊ വിറ്റിക്കണേ. 10,000 രൂപ ലാഭമല്ല വിറ്റിക്കണേ. അവരെ കൊടുത്താറ് அவர்கிட்ட கேட்டாரு. அப்படி 1 ரூபாய் கூட கூட்டி கொடுக்கல. நம்ம 60 சொன்னாரு அவரு. ஒரு நாள்ல கொடுக்கல.
കൊടുക്ക്. ആ, 500 വന്നിട്ടില്ല. കൊടുക്കില്ലേ? ആർക്കാണ് അവിടെ ചോദിച്ചു? അതില്ലേ? 500 എന്റെ കീശയ്ക്ക് തന്നില്ലേ? ബ്രോക്കർ പൈസ ഇല്ലാണ്ട്. ഏത് വേറെ? ഇത് വേറെ. ആ അതന്നെ 500 രൂപ ബ്രോക്കറേജ് തന്നതാ. ആദ്യം അഡ്വാൻസ് തന്നില്ലേ? കളിയൊക്കെ അല്ല കൊടുത്തിട്ടില്ല. 500 രൂപ അഡ്വാൻസ് എന്തോ അലക്കെ കച്ചവടം പറഞ്ഞത് ഒക്കെ കൊടുത്താണ്. ഈ നേരമായപ്പോ കൊടുത്തു. വില കമ്മി. അടുത്ത ഞാൻ എപ്പോഴും വന്നിട്ടുണ്ടാവും അതോ പെരുന്നാളിന് സീസൺ നമ്മളൊന്നും കച്ചവടം. എപ്പോഴും ഉള്ളത് തന്നെ. ഞങ്ങളെ ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ. നമ്പർ പറയും. നമ്പർ എടുത്താ വേറെ പോതാള് വീട്ടിലുണ്ട്. അവിടെ വന്നാൽ ഞാൻ വാങ്ങാം. നിങ്ങൾ വേറെ ചന്തി കൊണ്ടുപോകും നാട്ടിൽ വീട്ടിൽ നിർത്താം. ഈ നമ്പർ വിളിച്ചാൽ നേരിട്ട് അവിടെ അടുത്ത് നെടുവട്ടം സ്ഥലം അവിടെ പോയി വാങ്ങാം. എന്നെ കാണില്ലേ ഇപ്പൊ കാണും. വില എന്താ? പോത്തുക്ക് വില എന്താ? പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി അജാതി മുതലാളിമാരെ കിട്ടാൻ വേണ്ടി പുണ്യം ചെയ്യണം.